ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മോശപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ, അതിപ്പോൾ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചതോ പേടിപ്പെടുത്തിയതോ അല്ലെങ്കിൽ നാണം കെടുത്തിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനത്തെ മോശം അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു 24/7 HD ക്വാളിറ്റിയിൽ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ശരീരത്തിനൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഇപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പാത്തോജൻസിനെ നിങ്ങൾ വേണമെങ്കിൽ കീടാണുക്കൾ എന്ന് വിളിച്ചോ. അപ്പോൾ നമ്മളെ ബോഡീനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഈ കീടാണുക്കളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാണ്ടിരിക്കാനും നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിനൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് സൈക്കോളജിക്കലായിട്ടും ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, അപ്പം അതുവഴി പിന്നീട് വലിയ ഉത്കണ്ഠകളിലേക്കോ അല്ലെങ്കിൽ കുറ്റബോധത്തിലേക്കോ ഒക്കെ നമ്മളെ നയിച്ച് നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്താൻ സാധ്യതയുള്ള ഇമോഷൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വി ഹാവ് എ സിസ്റ്റം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡിഫൻസ് മെക്കാനിസം. പിന്നെ നമ്മളുടെ ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പല പെരുമാറ്റങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു. നമ്മൾ പല സന്ദർഭങ്ങളിലും പെരുമാറിയിട്ടുള്ള രീതികളൊക്കെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കാണുമ്പോൾ, സീരിയലുകൾ കാണുമ്പോൾ, ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വരുന്ന റീലുകളുടെ താഴെയൊക്കെ കാണുന്ന കമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇതൊക്കെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കാനും മറ്റുള്ളവരെ നന്നായിട്ട് അനലൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡിഫൻസ് മെക്കാനിസം. മനസ്സിലാക്കിയാൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, BEd കഴിഞ്ഞിട്ട് നിങ്ങൾ BEdന്ന് വരും കേട്ടോ, SAക്കൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ് ഡിഫൻസ് മെക്കാനിസം. അതല്ലാതെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കാണും. ഇപ്പോൾ കേടെറ്റോ CTETോ സെറ്റോ നെറ്റോ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ PSCയിലേക്ക് വരികയാണെങ്കിൽ LP UP HSA, ഇതിലൊക്കെ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പം എല്ലാം കൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് പഠിക്കാം. എല്ലാവരും വേഗം പുസ്തകം പേനയൊക്കെ എടുത്തോളൂ, നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടാനായിട്ട് എൻ്റെ ബ്ലോഗിലേക്ക് പോകാം കേട്ടോ. ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. mnemonicsson.blogspot.com ആണ്. അപ്പോൾ പഠിക്കാം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിഫൻസ് മെക്കാനിസത്തെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ തരാം, അതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിക്കും വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ നോക്കാം ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ സ്പെല്ലിങ് നോക്കുമ്പോൾ ചിലതിൽ നമ്മൾ ഈ ഡിഫൻസിന് S ആണ് കാണുക, ചിലതിൽ C ആണ് കാണുക. രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് UK ഇംഗ്ലീഷും ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഡിഫൻസ് മെക്കാനിസം കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മകൾ അന്ന ഫ്രോയിഡും ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അന്ന ഫ്രോയിഡിൻ്റെ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഓക്കെ, അപ്പം നമ്മളെന്താ പറഞ്ഞത്, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഇമോഷൻസിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ പോയിന്റ്സ് നോക്കുകയാണ്, ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ടു ടാക്കിൾ എ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തൊരു ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ടു ടാക്കിൾ എ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യമൊന്നുമല്ല, അൺകോൺഷ്യസ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ അൺകോൺഷ്യസ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിഫൻസ് മെക്കാനിസം. സോ ദിസ് ഓപ്പറേറ്റ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഒരിക്കലും ബോധപൂർവമല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പറേറ്റ്സ് ഓൺ ആൻ അൺകോൺഷ്യസ്, നമ്മൾ ബോധമില്ലാണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മളെന്താ
നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സ് എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യും. ഇപ്പം നമ്മളുടെ ചുറ്റുമുള്ള റിയാലിറ്റീനെ ഒന്നുകിൽ ഇത് നിഷേധിക്കും, നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാന്ന് പറയില്ലേ, അങ്ങനെയായിരിക്കും. അതല്ലെങ്കിൽ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ തന്നെ പറ്റിക്കും. അപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിൽ ചെയ്യുന്നത് ഇത് ഡിനൈ ഓർ ഡിസ്റ്റോർട്ട് റിയാലിറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവാണ്ടുണ്ടായിരിക്കുള്ളൂ, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് ഇത് നമ്മൾ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡിനൈ ഓർ ഡിസ്റ്റോർട്ട് റിയാലിറ്റി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. അപ്പോൾ ഇതൊരു സെൽഫ് ഡിസെപ്ഷൻ ആണ്. എല്ലാതും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്വയം പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ലൈഫ് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈഫിലുടനീളം നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നാളെ ഒരു ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്താ പറയുക, കുറേ ഗോൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ വലിയ ലക്ഷ്യങ്ങളില്ലാത്തവർക്ക് ചിലപ്പം തട്ടിമുട്ടി ജീവിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായാലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഉദ്ദേശങ്ങൾ, അവരുടേതായിട്ടുള്ള കുറച്ച് രീതികൾ, വാല്യൂ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം മോട്ടീവ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനത്തെ മോട്ടീവ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലും ബ്ലോക്സ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ബ്ലോക്സ് ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അങ്ങനെ ബ്ലോക്സ് വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഫ്രസ്ട്രേഷൻ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻസും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അപ്പം നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളെയും, അതായത് ഇപ്പോൾ ഗോൾസ് ഉണ്ട്, ഈ ഗോൾസിന് റീച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് റീച്ചിങ് ഗോൾസ്. അതിനുവേണ്ടി ഡിഫൻസ് മെക്കാനിസം നമ്മളെ സഹായിക്കും. ഇപ്പോൾ വലിയ ഗോൾസ് ഇല്ലാത്തവരുടെ മോട്ടീവ്സ് ആണെങ്കിലും ആ മോട്ടീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും, സാറ്റിസ്ഫൈയിങ് മോട്ടീവ്സ് അതിനെ സഹായിക്കും. നമ്മുടെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാനായിട്ട്, റിമൂവിങ് ബ്ലോക്സ് അതിന് സഹായിക്കും. ആൻഡ് റിലീവിങ് ഫ്രസ്ട്രേഷൻ, ഈ ഫ്രസ്ട്രേഷൻസിനെ റിലീവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആര് സഹായിക്കുന്നത്, നമ്മളുടെ ഡിഫൻസ് മെക്കാനിസം ഇത്രയും കാര്യങ്ങൾക്കാണ് സഹായിക്കണേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫുള്ളായില്ലേ അല്ലേ, അതായത് ഉടനീളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റ് ആണ് എന്ന് പറയാം. ഇതൊരു ഹാബിച്വൽ മെത്തേഡ്സ് ആണ് നമുക്ക് പറയാം ഈ ഡിഫൻസ് മെക്കാനിസത്തിനൊക്കെ. അപ്പം ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഒരു ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. സോ മെയിൻറ്റെയിനിങ് ഈക്വിലിബ്രിയം കൂടെ ഞാനിതിൻ്റെ കൂടെ എഴുതി ചേർക്കുകയാണ്. മെയിൻറ്റെയിനിങ് ഈക്വിലിബ്രിയം. അപ്പം ഇത്രയാണ് ഡിഫൻസ് മെക്കാനിസത്തെ പറ്റി നമുക്കൊരു ഓവറോൾ ആയിട്ട് പറയാനുള്ളത്. ഇത് സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്, അൺകോൺഷ്യസ് ആണ്, റിയാലിറ്റീനെ ഒന്നെങ്കിൽ ഡിനൈ ചെയ്യുന്നു, ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് ഡിഫൻസ് മെക്കാനിസംസ്. ഒന്നാമത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താ, പ്രൊജക്റ്റ് ചെയ്യുക അല്ലേ, തള്ളി നിൽക്കുക. നമ്മളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രൊജക്ഷനിലേക്ക് പറയാം. അതായത് ആക്ച്വലി നമ്മൾ പൊസസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവമായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവരിൽ ഇതേ സ്വഭാവമുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വല് സ്വന്തം സ്വഭാവം മറ്റുള്ളവരിൽ കാണാം. എഴുതിക്കോളൂ, ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ്, ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ്, unwanted thoughts, and motives. തോട്ട്സ് മാത്രമല്ല, നമ്മളുടെ ഉദ്ദേശങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്, ഓൺ ടു അനദർ പേഴ്സൺ. അപ്പോൾ വേറൊരാളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ മോട്ടീവ്സ് ഒക്കെ കാണുകയാണ്. അതായത് ഇപ്പോൾ ചിലരിങ്ങനെ പറയില്ലേ,
അവൾ ഏത് നേരെ ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ആക്ച്വലി നമ്മളുടെ സ്വഭാവമായിരിക്കും ആൾക്കാരെ കുറ്റം പറയാന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരാളെ ദേഷ്യമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മനസ്സിൽ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പം നമ്മുടെ ഈഗോയ്ക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർ ഈഗോയ്ക്ക് അറിയാം അത് ശരിയല്ല എന്നുള്ളത്. അപ്പം നമ്മൾ വിശ്വസിക്കുക അയാൾക്ക് നമ്മളെ ദേഷ്യമാണ്. അതുപോലെ നമ്മളിൽ എന്ത് സ്വഭാവമൊക്കെ ഉണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാം. അപ്പം അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം. ജഡ്ജസ് അതേഴ്സ് ബൈ അവർ സെൽസ്. ജഡ്ജസ് അതേഴ്സ് ബൈ അവർ സെൽസ്. നോ ഹിംസെൽഫ്. നോ, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ഇതാണ്. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ളവരിലുണ്ട് എന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. അതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുക. ഇതിൻ്റെ വേറൊരു ടൈപ്പ് എന്ന് പറയാനുള്ളത്, ഇപ്പം നമ്മളുടെ കുറ്റം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ എന്താണ് വിചാരിക്കുക, അത് ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോയപ്പോൾ നിങ്ങൾ നേരം വൈകിയെന്ന് വിചാരിക്കും. അപ്പം നേരം വൈകിയത് തെറ്റായിപ്പോയി നിങ്ങളുടെ ഉള്ളിൽ അറിയാം, പക്ഷെ നിങ്ങൾ വിശ്വസിക്കും എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾ ആലോചിച്ചിട്ട് കണ്ടെത്തും. ഇപ്പം എന്താ പറയുക, ഞാൻ ഡ്രസ്സ് തപ്പിയപ്പോൾ ഡ്രസ്സ് കാണുന്നുണ്ടായിരുന്നില്ല, അമ്മ ഡ്രസ്സ് അവിടെ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു, അല്ലെങ്കിൽ ചാവി കാണാണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. ചിലപ്പോൾ ഡ്രസ്സ് കാണാണ്ട് തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, 1 മിനിറ്റ് ആയിരിക്കും, നിങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, ഇന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ കുറ്റത്തിന് നമ്മൾ വേറൊരാളെ കുറ്റപ്പെടുത്താം. അതും ഇതൊരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം, അക്യൂസിങ് അതേഴ്സ് ഫോർ വൺസ് ഓൺ ഫോൾട്ട്. അക്യൂസിങ് അതേഴ്സ് ഫോർ വൺസ് ഓൺ ഫോൾട്ട്. കുറ്റം നമ്മുടെ ആയിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറ്റപ്പെടുത്തുന്നത് വേറെ ആളെയായിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലേത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാൻ നോട്ടിൽ എക്സാമ്പിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണ്, നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ഹെയ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത് അയാൾക്ക് നിങ്ങളോടാണ് ഹെയ്റ്റ് അല്ലെങ്കിൽ വെറുപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ എഴുതിക്കോളൂ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, യു മൈറ്റ് ഹേറ്റ് സമ്മൺ, യു മൈറ്റ് ഹേറ്റ് സമ്മൺ, നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് വെറുപ്പുണ്ടായിരിക്കും, ബട്ട് ബിലീവ്സ് ദാറ്റ് ദേ ഹേറ്റ് യു. കാരണം അയാളെ ഹേറ്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. they hate you. ഞാൻ ഓരോ ഡിഫൻസ് മെക്കാനിസം പഠിച്ചപ്പോഴും അതിന് സിനിമകളിൽ നിന്ന് എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ പ്രൊജക്ഷൻ എനിക്ക് അങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല, പക്ഷേ ഏറ്റവും കോമൺ ആയത് കാരണമാണ് ഞാനിത് തന്നെ ആദ്യം പറഞ്ഞത്. ബാക്കിയുള്ള ഡിഫൻസ് മെക്കാനിസം ബാക്കി കുറേ എണ്ണത്തിന് ഞാൻ ഫിലിംസിൽ നിന്ന് ഓരോ എക്സാമ്പിൾസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊജക്ഷൻ. നമ്മളിൽ നിന്ന് നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വേറൊരാളിൽ കാണുക. കുറ്റം നമ്മുടെ ആയിരിക്കും, അത് നമ്മൾ ബാക്കിയുള്ളവരിൽ കാണാം. നമ്മുടെ സ്വഭാവമാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്. നമ്മൾ കാരണത്താൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് വേറെ ഏതെങ്കിലും ഒരു റീസൺ കണ്ടെത്താം, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാം. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്, പ്രൊജക്ഷനിൽ പെടുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിഫൻസ് മെക്കാനിസം. രണ്ടാമത്തെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് പോവാം, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ മാത്സിൽ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും അല്ലേ? എന്താ ഡിസ്പ്ലേസ്മെന്റ്? സ്ഥാനം മാറിയിരിക്കുക, ഡിസ്പ്ലേസ് ചെയ്യുക, സ്ഥാനം മാറ്റി വെക്കുക. അപ്പോൾ ഇതതുപോലെ തന്നെയാണ്. നമ്മൾക്ക് ഒരാളോടുള്ളൊരു ഫീലിങ്സ് നമ്മൾ അയാളോട് കാണിക്കില്ല, കാരണം അയാളോട് കാണിച്ചു കഴിഞ്ഞാൽ അപകടമാണ്. പക്ഷെ നമുക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വേറൊരാളുടെ അടുത്ത് കാണിക്കുക. എനിക്കിതിൽ ഓർമ്മ വന്നത് മൈ ബോസിലെ സീനാണ്. അപ്പോൾ ബോസ് നമ്മുടെ ദിലീപിന് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ ദിലീപിന് അങ്ങനെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ബോസിനോടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും, ശമ്പളം കിട്ടില്ല, ജീവിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ബാത്റൂമിൽ പോയിട്ട് ബക്കറ്റിനോടാണ് ആ ദേഷ്യം കാണിക്കുന്നത്. നമ്മൾ ഒരാളോടുള്ള ഫീലിങ്സ് അയാളോട് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പം വേറൊരാളുടെ അടുത്ത് അത് കാണിക്കാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു റീഡയറക്റ്റ് ചെയ്ത് വിട്ടു, നമ്മളുടെ ആ ഒരു ഇമ്പൾസിൽ നമ്മളൊന്ന് റീഡയറക്റ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡയറക്ഷൻ ഓഫ് ആൻ ഇമ്പൾസ്. അപ്പോൾ ഇത് യൂഷ്വലി എന്തെങ്കിലും ദേഷ്യമായിരിക്കും കേട്ടോ, അല്ലാണ്ട് സ്നേഹം, ഒരാളോടുള്ള സ്നേഹം നമ്മൾ മറ്റൊരാളോടല്ലോ കാണിക്കാം. അപ്പോൾ ദേഷ്യമായിരിക്കും. ഇപ്പോൾ നമുക്കിതിനെ യൂഷ്വലി അഗ്രഷൻ എന്ന് പറയാം. എന്തെങ്കിലും ഒരു ദേഷ്യം നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ദേഷ്യം വേറൊരാളുടെ അടുത്ത് കാണിക്കാം. ഓൺ ടു എ പവർലെസ്
നമ്മളെ തിരിച്ച് കടിക്കില്ല, തിരിച്ചു കൊത്തില്ല എന്ന് തോന്നുന്ന ആളുടെ അടുത്താണ് അതൊക്കെ എടുക്കുക. പവർലെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ടാർജറ്റ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ടാർജറ്റ് എന്ന് പറയുമ്പം ചിലപ്പം അത് വേറെ ആരെങ്കിലും ആയിരിക്കാം. വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തിരിച്ച് ഉപദ്രവിക്കാത്ത ഏതെങ്കിലും അതർ പേഴ്സൺ ആയിരിക്കാം. ഇനി അതർ പേഴ്സണിൻ്റെ അടുത്ത് എടുക്കാത്തവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒബ്ജക്ട്സിൻ്റെ അടുത്തായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്, ചില സമയത്ത് നമ്മളെ തന്നെ അറിയാം, അതായത് വേറെ ആളോട് ആ ദേഷ്യം കാണിക്കാൻ പറ്റുന്നില്ല, അപ്പം നമ്മളെ തന്നെ സ്വയം ഉപദ്രവിക്കുക, അതിലെ പേഴ്സൺ ഇറ്റ് സെൽഫ് സ്വയം ഉപദ്രവിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഇതിലിടയ്ക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്വയം ഉപദ്രവിക്കുക എന്നുള്ളത് നമുക്കിതിനൊരു സ്പെഷ്യൽ കേസായിട്ട് കണക്കാക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരാളോട് കാണിക്കാൻ പറ്റാത്തത് വേറൊരാളുടെ അടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യണം എന്നാണ്. പക്ഷേ നമ്മളുടെ ഒരു മൊറാലിറ്റി ഉണ്ട്, അതാരാണ്? സൂപ്പർ ഈഗോ സമ്മതിക്കില്ല. അപ്പോൾ യൂഷ്വലി അത്തരം സന്ദർഭങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഇതിനെന്തെങ്കിലും ചെയ്യണം, ഇത് വാണ്ട്സ് ടു ഡു സംതിങ്, പക്ഷേ എന്താണ്, സൂപ്പർ ഈഗോ അത് പെർമിറ്റ് ചെയ്യില്ല. ബട്ട് സൂപ്പർ ഈഗോ ഡസ് നോട്ട് പെർമിറ്റ്. സൂപ്പർ ഈഗോ പെർമിറ്റ് ചെയ്യില്ല. അപ്പം എന്ത് ചെയ്യും? രണ്ടുപേരെയും സമാധാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് വേറൊരാളുടെ അടുത്ത് ഈ ദേഷ്യം മുഴുവൻ കാണിക്കുക എന്നുള്ളത്. അപ്പം ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ആ മൈ ബോസിലെ സീൻ തന്നെ പറയാം. യു മൈറ്റ് ബി ആംഗ്രി വിത്ത് യുവർ ബോസ്, പക്ഷേ പോയിട്ട് ബക്കറ്റ് കിക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എഴുതാം. എക്സാമ്പിള്: പേഴ്സൺ frustrated by his superior. Person frustrated by his superior shows aggression ടുവേർഡ്സ് എ ഫാമിലി മെമ്പർ എന്നാണ് ഞാനിപ്പോൾ ഇതിൽ എഴുതിയേക്കണത് കേട്ടോ. ഞാൻ ഇവിടെ നോട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ടുവേർഡ്സ് എ ഫാമിലി മെമ്പർ. അതിപ്പോൾ അഗ്രഷൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് പെരുമാറണമെന്നൊന്നുമില്ല കേട്ടോ, ചീത്ത പറയുന്നതായിരിക്കാം. അഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇതർ ഫിസിക്കൽ, വെർബൽ, സിംബോളിക്, എന്ത് വേണമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യത്തിൽ തള്ളണമെന്നില്ല, നല്ല ചീത്ത പറയും, കണ്ണുമുട്ടുന്ന തരത്തിൽ ചീത്ത പറയുക, തെറി പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതും അഗ്രഷൻ തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും അഗ്രഷൻ കാണിക്കാം. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഡിഫൻസ് മെക്കാനിസം, ഡിസ്പ്ലേസ്മെന്റ്. ഇനി മൂന്നാമത്തത് റിഗ്രഷൻ. റിഗ്രഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അത്രയധികം കാണുന്ന ഒരു കാര്യമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ പലരെയും കളിയാക്കാറുണ്ട്. 80കളിലെ വസന്താണ്, അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റ്സ് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇങ്ങനത്തെ കമന്റ്സ് നമ്മൾ കാണാറുണ്ട് അല്ലേ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഗ്രസീവ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്തിരിപ്പനായിട്ടുള്ള ആശയാണ് എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനോട് പൊരുത്തപ്പെടാൻ പറ്റാണ്ടാവുമ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു, അപ്പം അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ സമാധാനിക്കുക. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പണ്ടത്തെ പോലെ അല്ലെ യങ്ങർ ഏജിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആക്ട് ചെയ്യാം. ഇത് നമ്മൾക്ക് സിബ്ലിങ്സിൻ്റെ ഇടയിലും കാണാൻ പറ്റും. ഇപ്പം രണ്ടാമതൊരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം മൂത്ത കുട്ടിക്ക് ചിലപ്പോൾ തോന്നും ചെറിയ കുട്ടീനെയാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടം, ചെറുതിനെയാണ്, അതിനെയാണ് കൊഞ്ചിക്കുന്നത്, നേരെ എടുത്ത് നടക്കുന്നത് അതിനെയാണ്, ഇപ്പം എന്നെ ആർക്കും വേണ്ട, അങ്ങനെയൊക്കെ തോന്നി കഴിയുമ്പോൾ ഈ മൂത്ത കുട്ടികൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളെ പോലെ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പം നിങ്ങളുടെ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നത് കൊണ്ട് അവർ അവലംബിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പോൾ അവർ തന്നെ നല്ലോണം കൊഞ്ചുക, അല്ലെങ്കിൽ കുട്ടികളെ പോലെ വായിൽ വിരലിടുകയോ അല്ലെങ്കിൽ പാലും കുപ്പിയിൽ കുടിക്കാൻ നോക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. യങ്ങർ ഏജിലെ പോലെ ആക്ട് ചെയ്യാം. ഇൻഡിവിജ്വൽ ആക്ട്സ് മച്ച് യങ്ങർ, വളരെ യങ്ങർ ആയിട്ടുള്ള പോലെ ആക്ട് ചെയ്യുക ദാൻ ദയർ ഏജ്.
നമ്മളും പറയുമല്ലേ ചിലപ്പോൾ പണ്ടത്തെ സിനിമ, പണ്ടത്തെ പാട്ട്, ഇതൊക്കെ സിനിമയാണോ, ഇപ്പോഴത്തേക്ക് സിനിമയാണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് പണ്ടത്തെ കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കും. എനിക്കിത് എൻ്റെ വീട് അപ്പൂന്തേലുമാണ് സിബ്ലിങ്സിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടേട്ടനുണ്ടല്ലോ, നമ്മുടെ നിവിൻ പോളി, ബാംഗ്ലൂർ എത്തി കഴിയുമ്പോൾ നാടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പൊ ആളിങ്ങനെ പിന്നെ ആള് വിവാഹ സങ്കല്പമൊക്കെ പറയുമ്പോൾ കേട്ടിട്ടില്ലേ, എന്താണ് നല്ല അടക്കം ഒതുക്കുള്ള ആ ഒരു ടൈപ്പ്, അതൊരു പണ്ടത്തെ കാലം, അത് സേഫർ ആണ്, അല്ലെങ്കിൽ ഈ പട്ടണത്തിലെ ജീവിതമൊന്നും രസമില്ല എന്ന് തോന്നിയിട്ട് കുറച്ച് പുറകിലോട്ട് പോകുന്നതാണ്. അപ്പോൾ പുറകിലോട്ട് സഞ്ചരിക്കാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഗോ ബാക്ക് ഇൻ ടൈം, ഗോ ബാക്ക് ഇൻ ടൈം സൈക്കോളജിക്കലി തിരിച്ചു പോകാനായിട്ട് തോന്നുന്നതാണ്. എപ്പോൾ അവർ സേഫറായിട്ട് ഫീൽ ചെയ്തിരുന്ന സേഫറായിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരു സമയത്തേക്ക്, വെൻ ദ പേഴ്സൺ ഫെൽറ്റ് സേഫർ. അപ്പം അത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ തന്നെ പറയാം. സിബ്ലിങ്സിൻ്റെ കാര്യം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതല്ല എങ്കിൽ ഓൾഡ് മാൻ ഇങ്ങനെ പറയില്ലേ, ഓ പണ്ടത്തെ കാര്യങ്ങളായിരുന്നു നല്ലത് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഓൾഡ് മാൻ ടോക്കിംഗ് അബൌട്ട് ഗുഡ് ഓൾഡ് ഡേയ്സ്. ഓൾഡ് മാൻ ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ 90s കിഡ്സ് ഒക്കെ അമ്മാവന്മാരായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറ്റാണ്ട് നമ്മൾ പണ്ടത്തെ ഇതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് റിഗ്രഷൻ, കുറച്ച് പുറകിലോട്ട് പോകാന്നുള്ളതാണ്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇനി റിഗ്രഷന്റെ പേരുമായിട്ട് സാമ്യമുള്ള എന്നാൽ മെക്കാനിസമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത ഒരെണ്ണമാണ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്രസ് ചെയ്യുക, ഒന്ന് അടിച്ചമർത്തുക, അല്ലെങ്കിൽ താഴ്ത്തിക്കളയുക എന്നുള്ളൊരു തരത്തിലാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. മറന്നു പോവുക എന്നുള്ളതാണ്. നമ്മൾ മറവി മനുഷ്യരൊരു അനുഗ്രഹമാണെന്ന് പറയില്ല. നമ്മൾക്ക് ആക്ച്വലി നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഭയങ്കര ത്രെട്ടണിങ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൻ്റെ എക്സാക്റ്റ് ആ കാര്യങ്ങളൊന്നും നമുക്ക് ആക്ച്വലി ഓർമ്മയില്ല. അത് അൺകോൺഷ്യസിലേക്ക് നമ്മുടെ ഈഗോ പിടിച്ചിടും. ഈഗോയ്ക്ക് കോൺഷ്യസിലും അൺകോൺഷ്യസിലൊക്കെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കോൺഷ്യസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓർമ്മകൾ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് കൊണ്ട് ആ ഓർമ്മകളൊക്കെ പിടിച്ചിട്ട് നല്ലവണ്ണം അൺകോൺഷ്യസിലേക്ക് തള്ളി വിടുക. അപ്പോൾ ഇതൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഫോർഗെറ്റിംഗ് ആണ്, ഒരു മറവിയാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരിക്കലും അൺകോൺഷ്യസിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ വലിയ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ നമ്മൾ സിനിമകളിലും കാണുന്നത് അങ്ങനെയാണ്. അതായത് ഇങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി, വളവ് തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അവർക്ക് ഒരിക്കലും റീകോൾ ചെയ്യാനേ പറ്റില്ല. അപ്പം അണേബിൾ ടു റീകോൾ അല്ലെങ്കിൽ നോട്ട് ബീങ് ഏബിൾ ടു റീകോൾ, തിരിച്ച് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആയിരിക്കാം. റീകോൾ എ ത്രെറ്റനിങ് സിറ്റുവേഷൻ ആയിരിക്കാം, പേഴ്സൺ ആയിരിക്കാം, ഓർ ഈവൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നല്ല ഡിഫൻസ് മെക്കാനിസം ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ആ ഒരു കാര്യം നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത് ഓക്കെ. പക്ഷെ അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുമല്ലേ. ഇപ്പം ചിലപ്പം ചിലർക്കൊക്കെ ചില ജീവികളൊക്കെ പേടിയായിരിക്കും. ഇപ്പം മൃഗങ്ങളെയോ, ചിലർക്ക് പട്ടിയെ ഭയങ്കര പേടിയായിരിക്കും, ചിലർക്ക് എട്ടുകാലിനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും പട്ടി കടിക്കാൻ വരിക, അല്ലെങ്കിൽ എട്ടുകാലി കടിക്കാൻ വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു പേടി ഉള്ളൊരു ഈവൻ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഈവൻ്റ് അവർ മറക്കും എന്ന് കരുതി പട്ടീനോടുള്ള പേടിയോ എട്ടുകാലിനോടുള്ള പേടിയോ പോകുന്നില്ല. അപ്പോൾ ഇത്തരം ഈവൻസിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ആ ഒരു പീക്ക് മൊമെൻറ്റ് നമ്മൾ മറന്നുവെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ ആ ഇവൻറ്റ്സ് നമ്മളുടെ റിലേഷൻഷിപ്പിലെയും നമ്മളുടെ ലൈഫിനെയും പിന്നെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം അല്ല ഇത്. അത്യാവശ്യം ദോഷമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഓർമ്മ വന്നത് മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറേ മറന്നുപോയി കഴിഞ്ഞിട്ട് പിന്നെ ആള് തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് കുറേ കാര്യങ്ങൾ മറന്നു എങ്കിൽ കൂടെ അത് ഭയങ്കരമായിട്ട് ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം അല്ല. ബിക്കോസ് ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണേ. ഈവൻസ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ്. ഈവൻസ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ്. അത് നമ്മളുടെ റിലേഷൻഷിപ്പിലും നമ്മളുടെ ലൈഫിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറികളിൽ നമ്മൾ ഡ്രീംസിനെ പറ്റിയിട്ട്, അതുപോലെ സ്ലിപ്പ് ഓഫ് ടങ്കിനെ പറ്റിയിട്ടൊക്കെ പറയില്ലേ, അപ്പോൾ അത് റിപ്രസീവ് തോട്ട്സ് ആണെന്നാണ് പറയണത്. നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യം നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് വലിച്ചിട്ടിട്ടുള്ള കാര്യമാണ് പിന്നീട് ഡ്രീംസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡ്രീംസ് ആയിട്ടും സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ടും എന്താണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളൊരു ചോദ്യം. ഡ്രീംസ് അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ്, അതൊക്കെ റിപ്രസീവ് തോട്ട്സ് ആണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്ത് പറയാം. എന്താണ്, ഇപ്പോൾ ചില കുട്ടികൾക്ക് അബ്യൂസീവ് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ചെറുപ്പത്തിൽ അവർ അബ്യൂസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊന്നും കുട്ടിക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. പക്ഷെ കുട്ടിക്ക് അവരായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ചൈൽഡ് ഹു faced abuse has trouble forming relationships. അവരുമായിട്ട് തന്നെയല്ല, ചിലപ്പോൾ വേറെ ആൾക്കാരുമായിട്ടും ഒരു ട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ. അതൊക്കെ നമുക്ക് റിപ്രഷൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയാം. അതായിരുന്നു നമ്മുടെ 4ാമത്തെ ഡിഫൻസ് മെക്കാനിസം. നമുക്ക് 5ാമത്തെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് കടക്കാം. 5ാമത്തേതാണ് സബ്ലിമേഷൻ. കെമിസ്ട്രിയിൽ ഒരു സബ്ലിമേഷൻ ഉണ്ട്. ആ സബ്ലിമേഷൻ അല്ല ഈ സബ്ലിമേഷൻ. അതെന്തായിരുന്നു, നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ ഡയറക്റ്റ് ആവിയാക്കി കളയുക, അല്ലെങ്കിൽ വേപ്പർ ഫേസിലേക്ക് മാറ്റുക. വേണമെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. സബ്ലിമേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആവിയാക്കി കളഞ്ഞിട്ട് നല്ലൊരു വസ്തുവാക്കിയിട്ട് മാറ്റി, അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ആക്ച്വലി ഇറ്റ് ഈസ് സിമിലർ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യണത്, നമുക്ക് ഒരാളോടുള്ള ദേഷ്യം നമ്മൾ വേറൊരാളുടെ അടുത്ത് തീർക്കണു. അതെന്തായിരുന്നു, ദേഷ്യം തന്നെ നമ്മൾ വേറൊരാളുടെ അടുത്ത് തീർത്തു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ സബ്ലിമേഷനിൽ സംഭവിക്കുന്നത് നമുക്ക് ഒരാളോടുള്ള ദേഷ്യമോ വിഷമമോ നമ്മളതൊരു മോശം കാര്യമായിട്ടല്ല പുറത്തെടുക്കണേ, കുറച്ചും കൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ ദേഷ്യത്തിന് നമ്മൾ നല്ല രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ഇറ്റ് ഒക്കേഴ്സ് when we manage to displace our conflicted emotions. നമ്മുടെ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സോഷ്യലി ആക്സെപ്റ്റബിൾ എന്ന് മാത്രമല്ല, കുറച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുകയാണ്. എനിക്ക് ഒരുപാട് സിനിമകൾ ഇതിൽ ഓർമ്മ വന്നു. ഒന്ന് ഹവോൾഡാറിയോ ആണ്. ഹവോൾഡാറിയോയിൽ അനുപമയെ നോക്കാം. നമ്മുടെ മഞ്ജു വാര്യർ കുറച്ച് നല്ല സോഷ്യൽ സർവീസ് പോലെ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് ഒരു സംരംഭം എന്നുള്ള തരത്തിലേക്ക് അവർ അത് കൊണ്ടുവരുന്നത് അവരുടെ ഹസ്ബൻഡും കുട്ടിയും അവരെ വിട്ടിട്ട് ഫോറിനിലേക്ക് പോയതുകൊണ്ടാണ്. അവരൊരുമിച്ചുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു നല്ല രീതിയിൽ അവർ വരുമായിരുന്നോ നമുക്കറിയില്ല. ആ ഒരു വിഷമം അവർ വേറൊരു സ്ഥലത്തിലേക്ക് ഇത് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഓ മൈ കടവുളി. റീസെൻ്റ് അല്ല, കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയിട്ടുള്ള പടമാണ് ഓ മൈ കടവുളയിൽ. പെൺകുട്ടിയുടെ അച്ഛൻ, ആൾക്ക് സെറാമിക്സിൻ്റെ ബിസിനസ്സാണ്, അതായത് ക്ലോസറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ അതിന് ആളൊരു എക്സ്പ്ലനേഷൻ പറയുന്നത് ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ അവരുടെ വീട്ടിലൊന്നും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടോയ്ലറ്റ് പോകാനായിട്ട് പുറത്ത് പോയപ്പം പാമ്പ് കടിയിട്ടാണ് മരിച്ചത്. അപ്പോൾ ഇനി ആർക്കും അങ്ങനെ പറ്റരുതെന്ന് വിചാരിച്ചിട്ട് ആള് അത് നല്ലൊരു രീതിയിലേക്ക്, ആ ഒരു വിഷമം മറക്കാനായിട്ട് ആൾ നല്ലൊരു രീതിയിലേക്ക് അതിനെ മാറ്റാണ്. ഇതിൽ കോമഡി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എനിക്ക് തോന്നിയത് 2 ഹരിഹർ നഗറിലെ അപ്പുകുട്ടനാണ്. ആള് ഡെന്റിസ്റ്റ് ആയതിനൊരു റീസൺ പറയും, എൻ്റെ അമ്മാവൻ പല്ലുവേദന വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് പല്ലുവേദന വന്നതെന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ലോറി ഇടിച്ചു, പല്ല് വേദനിച്ചു, അപ്പം തന്നെ മരിച്ചു. അപ്പോൾ അത് കാരണം അമ്മാവൻ എങ്ങനെ മരിച്ചായിരുന്നു, ഞാൻ ഡെന്റിസ്റ്റ് ആയത്. കോമഡി എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ അതായത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് തന്നെ ചാനലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര ലോങ് ടേം ആയിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളത്. അപ്പോൾ
ഷോർട്ട് ടേം ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ആരോടെങ്കിലും വഴക്ക് കൂടി, ഇപ്പോൾ വഴക്ക് കൂടി അതായത് അവർ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടു, അപ്പം നമ്മൾ തിരിച്ചാ ദേഷ്യം കാണിക്കാതെ നമ്മൾ പോട്ടേന്ന് വിചാരിച്ചത് ഒന്ന് നടക്കാൻ പോവാം, അപ്പം ഞാനൊന്ന് ഫ്രഷ് ആവും, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, അല്ലേ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഷോർട്ട് ടേം ആയിട്ട് ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്, അല്ലേ? നമ്മൾ ഒരാളോടുള്ള ദേഷ്യം വേറെ ആളുടെ അടുത്ത് കാണിക്കല്ല, നല്ല രീതിയിലേക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ട് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളിതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പറയാം ഇതൊരു മെച്യൂർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് എന്നുള്ളത്. വളരെ മെച്യൂർ ആയിട്ടുള്ള വളരെ കുറച്ച് ഡിഫൻസ് മെക്കാനിസമേ ഉള്ളൂ, അതിൽ നമ്മൾ ആകെ പറഞ്ഞ് പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഒരു മെച്യൂർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബെറ്റർ ഫങ്ഷനിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അസോസിയേറ്റഡ് വിത്ത് ബെറ്റർ ഫങ്ഷനിങ്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ചിലർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം അവർ സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ നല്ലവണ്ണം തിളങ്ങുന്നത്. അപ്പം നമുക്ക് അതൊരു എക്സാമ്പിളായിട്ട് പറയാം. എക്സാമ്പിളായിട്ട് നമുക്ക് സ്പോർട്സ് പേഴ്സൺസ് അല്ലെങ്കിൽ ആർട്സിൻ്റെ പേഴ്സൺസ് ഒക്കെ, സ്പോർട്സ് എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, മെനിന്ന് കൊടുക്കാം. മെനി, എല്ലാവരും വേണ്ട, മെനി ഒരുപാട് സ്പോർട്സ് ആൻഡ് ആർട്സ് പേഴ്സൺസ് എന്താണ് ഇത് സബ്ലിമേഷനാണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. അതല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ, അപ്പം ആ ഒരു വിഷമം മറക്കാനായിട്ട് ചിലപ്പം എന്തെങ്കിലും ഒരു ഹോം ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളത്, അതൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാം, ഒരു സബ്ലിമേഷനായിട്ട് പറയാം. അതാണ് നമ്മളുടെ 5ാമത്തെ ഡിഫൻസ് മെക്കാനിസം. 6ാമത്തേതിലേക്ക് കടക്കാം, റാഷണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാത്തീകരിക്കുക. ഇത് നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുന്നതാണ് കേട്ടോ. അതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു എക്സാമ്പിൾ, ഇതൊരു കോമഡിയാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ്റെ സലീം കുമാറിൻ്റെ പോട്ടറാണ്. സലീം കുമാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, പണിയെടുക്കാണ്ടിരിക്കുമ്പോൾ എന്നിട്ട് എനിക്ക് പണിയെടുത്ത് കൊടുക്കുമോ, അങ്ങനെ നമ്മുടെ നാടും വീടൊക്കെ നന്നാവില്ലേ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ സലീം കുമാർ പറയും, അങ്ങനെ നാടും വീടും എന്നൊക്കെ പറയുമ്പോൾ ലോകമൊക്കെ പെടില്ലേ, ലോകത്തിലല്ലേ പാകിസ്ഥാൻ വരുന്നത്, അങ്ങനെ ഇപ്പം ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട എന്ന് പറയും. അപ്പോൾ ആക്ച്വലി ആളുടെ പ്രശ്നം എന്താണ്, മടിയാണ്. പക്ഷെ ആള് കണ്ടെത്തുന്നത് അതിന് വേറൊരു റീസൺ ആണ്. ആളെ സംബന്ധിച്ചിടത്തോളം ഭാരത് മാതാ കീ ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് ആ റീസൺ പറയുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷൻസിന് ഒന്ന് റാഷണലൈസ് ചെയ്യാം. അത് പക്ഷേ നല്ല റീസൺസ് വെച്ചിട്ടാണ് റാഷണലൈസ് ചെയ്യുന്നത്, പക്ഷെ അത് തെറ്റായിരിക്കും, അതായിരിക്കില്ല ആക്ച്വൽ റീസൺ. അപ്പം ഇൻവെൻറ്റിങ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻറ്റിങ് ഗുഡ്, നല്ല റീസൺസ് ആണ് കണ്ടുപിടിക്കുക കേട്ടോ, ബട്ട് ഫോൾസ്. പക്ഷെ ആക്ച്വൽ റീസൺ അതല്ല, ബട്ട് ഫോൾസ് റീസൺസ് ടു എക്സ്പ്ലെയിൻ അവർ ബിഹേവിയർ. നമ്മളുടെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നല്ല അടിപൊളി റീസൺ കണ്ടെത്തും, പക്ഷേ അത് തെറ്റാണ്. അപ്പം ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ഈഗോ ഉള്ളവരാണ് ഇങ്ങനെ കാരണങ്ങൾ ആക്ച്വലി കണ്ടെത്തുക. ഇത് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എക്സാമ്പിൾ തോന്നിയിട്ടുള്ളത്, ഞാൻ നെറ്റ് എക്സാം ഒരു 8 or 9 വട്ടം ഞാൻ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനതിനെ കണ്ടെത്തിയിട്ടുള്ളൊരു റീസൺ ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, നെറ്റ് കിട്ടിയിട്ട് എത്ര പേര് ജോലിയിലാണ് നടക്കേണ്ടത്, അതല്ല, നെറ്റ് കിട്ടിയിട്ട് പിന്നെ എന്താണ്, എനിക്ക് PhD പോകാൻ താല്പര്യമില്ല, പഠിപ്പിക്കാനാണ് താല്പര്യം, കോളേജ് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, സ്കൂൾ പഠിപ്പിച്ചാൽ മതി, അങ്ങനത്തെ ഒരു ചിന്തയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം കേട്ടാൽ കൊള്ളാവുന്ന ഒരു റീസൺ ആണല്ലോ. പക്ഷെ ആക്ച്വലി എന്താ, കോളേജിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ പഠിപ്പിക്കാണ്ടിരിക്കില്ലല്ലോ. അതപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ അങ്ങനെ റാഷണലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു 2 തരത്തിൽ പറയാനായിട്ട് പറ്റും. ഒന്ന് സോർ ഗ്രേപ്പിസ് ആണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ള മറ്റേ കഥയുണ്ടല്ലോ, കുറുക്കൻ്റെ കഥ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അപ്പോൾ കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ മുന്തിരി വേണ്ട, അത് പുളിക്കും എന്ന് പറയുന്നത് ഒരു റാഷണലൈസേഷൻ ആണ്. അതല്ലെങ്കിൽ നമുക്ക് സ്വീറ്റ് ലെമണിസം എന്ന് പറയാം. അതാ ഇതിൻ്റെ വേറൊരു ടൈപ്പാണ്. സ്വീറ്റ് ലെമണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലെ ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഉയർന്ന സ്ഥലങ്ങളിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ ജോലി കിട്ടുന്നില്ല, സ്കൂളിലാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇതിൽ, എനിക്കിപ്പോൾ കോളേജിൽ പോകണമെന്നൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള തരത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ഇതിൽ ഹാപ്പിയാണ്
എന്ന തരത്തിൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നതൊക്കെ എന്താണ്, ഒരു റാഷണലൈസേഷൻ ആണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു സെൻസിറ്റീവ് ഈഗോ ഉള്ളവർ, ഈഗോ എഴുതിയുണ്ടായില്ല അല്ലേ, സെൻസിറ്റീവ് ഈഗോ ഉള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തോന്നരുത് നമ്മൾ നുണ പറയണതാണ് അല്ലെങ്കിൽ നമ്മളായിട്ടൊരു റീസൺ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ബോധപൂർവം അല്ല, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ തന്നെ നമ്മളെ നുണ പറഞ്ഞ് പറ്റിക്കാണ്. ഇത് ബാക്കിയുള്ളവരെ നുണ പറഞ്ഞ് പറ്റിക്കുന്നതല്ല കേട്ടോ, നമ്മളെ സെൽഫ് ഡിസെപ്ഷൻ ആണ്. എല്ലാ ഡിഫൻസ് മെക്കാനിസവും സെൽഫ് ഡിസെപ്ഷൻ ആണ്. പക്ഷെ ഇത് എടുത്ത് പറയണം, കാരണം ഇത് വേറെ ഉള്ളവരെ നുണ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് നമുക്ക് തോന്നരുത്. റാഷണലൈസേഷനും ലൈയിങ്ങും രണ്ടും രണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ, പിന്നെ നമ്മളിങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പറയും അതെൻ്റെ വിദ്യയാണ്. അങ്ങനെ പറയുന്നതോടുകൂടെ നമുക്കൊരു ആശ്വാസം കിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും ദൈവം അങ്ങനെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നതോടുകൂടെ നമുക്കൊരു ആശ്വാസമാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം, എ പേഴ്സൺ മേ എക്സ്പ്ലെയിൻ എ നാച്ചുറൽ ഡിസാസ്റ്റർ. നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ് ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു സമാധാനം തരുന്ന കാര്യമാണ്. ആസ് ഗോഡ്സ് വിൽ, ദൈവഹിതം അതായിരിക്കും. നമ്മൾ ദൈവവിശ്വാസികൾക്ക് വളരെയധികം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് അത്. നമുക്ക് അടുത്തതിലേക്ക് പോകാൻ. അടുത്തത് 7ാമത്തത് ഡിനയൽ. ഡിനൈ ചെയ്യുക, നിരസിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷനിൽ, ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിനൈ ഓർ ഡിസ്റ്റോർട്ട് റിയാലിറ്റിയാണ്. ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിരസിക്കുക. നമ്മുടെ കൺമുന്നിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കുക തന്നെ നമുക്കത് മനസ്സിലാവില്ല. അപ്പം ചില തീവ്ര ചിന്താഗതികളുള്ള ആൾക്കാർ, അതിപ്പോൾ മതത്തിൻ്റെ പേരിലായിക്കോട്ടെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുറച്ച് മോറൽ സിസ്റ്റം ഉണ്ടായിരിക്കും, ഇതിങ്ങനെയാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. അതിന് എതിർക്കുന്ന പലതരത്തിലുള്ള എവിഡൻസസും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല ക്ലൂകൾ കിട്ടുന്നുണ്ടായിരിക്കും. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, നമ്മളത് ഡിനൈ ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്യൂസൽ ടു ആക്സെപ്റ്റ് റിയാലിറ്റി. ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പറ്റിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോയൽ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കണം എന്നില്ല. അതിനുള്ള ഒരുപാട് ക്ലൂകൾ നിങ്ങളുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് വിശ്വസിച്ചപ്പോൾ പാർട്ട്ണർ നഷ്ടപ്പെടാന്നുള്ള ഒരു ചിന്ത തോന്നുകയാണെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് നമ്മുടെ ഈഗോയ്ക്ക് തോന്നും. അപ്പോൾ ഈഗോ എന്ത് ചെയ്യും, അതൊക്കെ കണ്ടില്ല എന്ന് നടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഇന്ന കാരണങ്ങൾ അന്നേ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇന്നത് കാരണമാണ് എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് നമുക്ക് എന്താ പറയുക കണക്ഷൻ കിട്ടുക. അപ്പോൾ അതുവരെ നമുക്കത് ഡിനൈ ചെയ്യുക, റിഫ്യൂസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് നമ്മളുടെ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയൽ എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് ഡേഞ്ചറസ് ആണ്. അതായത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇപ്പം ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് വേറെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുക, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ പഠിക്കുന്നില്ല എന്നുള്ളത് എവിഡൻ്റ് ആണെങ്കിലും അത് നിങ്ങൾ സമ്മതിച്ച് തരില്ല എന്നുള്ളതാണ് ഇതിനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. സ്റ്റുഡൻറ്റ് മേ നോട്ട് റെക്കഗ്നൈസ്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ പഠിക്കണില്ല എന്നുള്ളത്, പക്ഷേ ഈ കുട്ടിക്ക് ഞാൻ പഠിക്കണ്ടല്ലോ എന്നുള്ള തരത്തിലേ തോന്നുള്ളൂ. അപ്പോൾ സ്റ്റുഡൻറ്റ് മേ നോട്ട് റെക്കഗ്നൈസ് their obvious lack of preparedness. Obvious lack of preparedness നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡിനയൽ ഇതും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. ഇനി ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം പഠിച്ചതിലേക്ക് നമുക്ക് കുറച്ച് നല്ലൊരു ഡിഫൻസ് മെക്കാനിസം, നന്നായി ഉപയോഗിച്ചാൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം പഠിക്കാം. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഇതിന് മറ്റൊരു പേരുണ്ട് ഇൻട്രോജെക്ഷൻ. ഐഡൻറ്റിഫൈ ചെയ്യാം, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ നമ്മളുടെയും കൂടി ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ,
അപ്പോൾ അതുകൊണ്ടാണ് ഇത് നല്ല ഡിഫൻസ് മെക്കാനിസം ആണെന്ന് പറയുന്നത്. ടേക്കിംഗ് ഇൻ ടു യുവർ പേഴ്സണാലിറ്റി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സംവൺ എൽസ്, ബാക്കിയുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളുടെ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേക്കിംഗ് ഇൻ ടു യുവർ പേഴ്സണാലിറ്റി the characteristics of someone else. അപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ്, ആർട്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും ലൈക്ക് മോം ലൈക്ക് ഡോട്ടർ അല്ലേ, നമ്മൾ സ്ഥിരം കണ്ടു വളരുന്നത് നമ്മുടെ പാരൻസിനെയാണ്. അപ്പം നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ പാരൻസിനെ പോലെ തന്നെയാണ് ആയി മാറുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അത് ഈ ഒരു ഐഡന്റിഫിക്കേഷനാണ്. നമ്മൾ അവരുടെ പല ക്യാരക്ടറിസ്റ്റിക്സും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളെ എങ്ങനെയാണ് ഉറക്കണം, എങ്ങനെയാണ് കളിപ്പിക്കണം, അതുപോലെ അവരവരുടെ പാവനെ കളിപ്പിക്കണം കാണാൻ ചിലപ്പോൾ. അത് നമ്മൾ എടുക്കുന്ന രീതികളും അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആക്ച്വലി ഡിഫൻസ് മെക്കാനിസം ആണ്. ഇത് ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൊക്കെ ഭയങ്കര ഒരു അടിത്തറയായിട്ട് നിൽക്കുന്നത് ഈ ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പം എന്തുകൊണ്ടൊരു ഉപകാരം, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ തന്നെ കുറച്ച് ഇമോഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ടു സോൾവ് സം ഇമോഷണൽ ഡിഫിക്കൽറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ എന്നല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മളുടെ സൂപ്പർ ഈഗോന്റെ ഒരു ഡെവലപ്മെന്റിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ടു ഡെവലപ്പ് സൂപ്പർ ഈഗോ, അതിനും സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളിപ്പോൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും നമ്മൾ കുട്ടികൾക്ക് നല്ല മോഡലുകൾ കാണിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ, നല്ല ആൾക്കാരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം അവർക്കത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലേക്ക് ആ ഇൻഫ്ലുവൻസ് വരും. ഇപ്പം ചെറിയ കുട്ടികളായാലും ഇപ്പോൾ കാണുന്ന വീഡിയോസൊക്കെ ഹൊററാണ് അല്ലെങ്കിൽ വയലൻ്റ് ഒക്കെ ആണെങ്കിൽ, അവർ എക്സ്പോസ് ചെയ്യുന്ന കോണ്ടന്റ് അങ്ങനത്തെ ആണെങ്കിൽ അതൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അവരുള്ളിലേക്ക് എടുക്കാനുള്ള വളരെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സിനിമ കാണുമ്പോഴായാലും നമ്മൾ അതിൻ്റെ റേറ്റിംഗ് നോക്കണം. അണ്ടർ ഓർ എബവ് 13 ആ ഏജ് നോക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക്, അല്ലാണ്ട് അഡൾട്ട് കണ്ടിട്ട് നമ്മൾ കുട്ടികളെ കാണിക്കരുത്. അപ്പം അതിലത്തെ വയലൻസ് ആയാലും അതിലത്തെ മോശപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ഉള്ളിലേക്ക് എടുക്കാനുള്ള വളരെ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും അതുപോലെ ക്യാരക്ടർ ഫോർമേഷനിലും അതുപോലെ ക്യാരക്ടർ ഫോർമേഷനിലും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു അടിത്തറ ഇടുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടീനേജേഴ്സ് സെലിബ്രിറ്റീസിനൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ ഉയർന്നു പോയതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഭയങ്കര ഫ്ലോലെസ് സ്കിന്നുള്ളവരാണ്, സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾക്ക് അതുപോലെ തന്നെ ആവണമെന്ന് തോന്നും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി 9ാമത്തേതിലേക്ക് പോവാം. 9ാമത്തേത് കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്തുള്ള പ്രശ്നം നമ്മൾ മറ്റേ കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, പകരം ഒരു ഇത് കൊടുക്കുക എന്ന് പറയില്ലേ. അതായത് ഒരു ഫീൽഡിൽ നിങ്ങൾ വീക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരിക്കും, ഒരു ഇൻഫീരിയോറിറ്റി തോന്നുമായിരിക്കും, നിങ്ങൾക്ക് ബാക്കിയുള്ളവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് വേറൊരു ഫീൽഡിൽ നിങ്ങൾ കഴിവ് തെളിയിച്ച് കാണിക്കുക. അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം കവറിങ് അപ്പ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ്. അപ്പോൾ ഒരു ഫീൽഡിൽ ഡെഫിഷ്യൻ്റ് ആണ്, ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് by exhibiting strength in another field.
ഇതെന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്, അതായത് എന്നെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു നീഡ് ഫോർ അപ്രൂവൽ കാരണമാണ് ഈ കോമ്പൻസേഷൻ സംഭവിക്കുന്നത്. അപ്പം അതും നല്ലതല്ലേ? ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ ഇതുപോലെ നല്ലൊരു രീതിയിലേക്കാണല്ലോ മാറ്റിയെടുക്കുന്നത്. നീഡ് ഫോർ അപ്രൂവൽ ആണ്. അതുപോലെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നാണ് ഇത് വളരുന്നത്. അപ്പോൾ ഗ്രോസ് ഔട്ട് ഓഫ് ഇൻഫീരിയോറിറ്റി. അപ്പോൾ അതാണ് കോമ്പൻസേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അക്കാഡമിക്സിൽ അധികം തിളങ്ങി നിൽക്കുന്നില്ല എങ്കിൽ നല്ലൊരു അത്ലറ്റായിട്ട് മാറുക. അപ്പോൾ എന്തായാലും പഠിക്കാനോ പറ്റുന്നില്ല, പിന്നെ ഞാൻ അത്ലറ്റ് ആവട്ടെ, അല്ലെങ്കിൽ സ്പോർട്സിൽ കഴിവ് തെളിയിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള കോമ്പൻസേഷനാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. ഇൻസെക്യൂരിറ്റീസ് ഇൻ അക്കാഡമിക്സ്. ഇത് ഞാനൊരു സ്പെസിഫിക് എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇൻസെക്യൂരിറ്റീസ് ഇൻ academics might be compensated by excelling in athletics. അപ്പോൾ അത്ലറ്റിക്സിൽ പോയി ചേർന്നു, അതിൽ നല്ല രീതിയിൽ വന്നു, അതൊരു കോമ്പൻസേഷൻ ആണ്. അപ്പോൾ നമുക്ക് എനിക്കതുണ്ടല്ലോ, ആ ഒരു കഴിവുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നത് അയാൾക്ക് ശരിക്കും വളരെ സമാധാനം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് കോമ്പൻസേഷൻ. ഞാൻ ഹെഡിങ് ഇങ്ങനെയാണ് എഴുതുന്നത്, ഒരു മിനിറ്റ്. കോമ്പൻസേഷൻ ആണ്. ഓക്കെ, യെസ്. ലാസ്റ്റത്തെ ഇത് ഞാനങ്ങനെ എക്സാമിന് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അതായത് ബി എഡ് റിലേറ്റഡ് ആയിട്ട് അധികം കാണാത്തൊരു എക്സാമ്പിൾ, ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു സംഭവമാണ് റിയാക്ഷൻ ഫോർമേഷൻ. ചില ആൾക്കാർക്ക് നമ്മളെ തീരെ ഇഷ്ടമുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളെ കാണുമ്പോൾ എന്താകനെ തേനൊലിപ്പിച്ച് നിൽക്കും അല്ലേ, അയ്യോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് ബട്ടർ ചെയ്തൊക്കെ സംസാരിക്കും. പക്ഷെ ഉള്ളിൽ അവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരിക്കില്ല. ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. റീപ്ലേസിങ് ആൻ അൺവാണ്ടഡ് ഇമ്പൾസ്. റീപ്ലേസിങ് ആൻ അൺവാണ്ടഡ് impulse with its ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ട് അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈഡ് ആക്ച്വൽ ഇമോഷൻസ്. ആക്ച്വൽ ആയിട്ടുള്ള ഇമോഷൻസ് ഹൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൻസൈറ്റി കുറച്ച് കുറഞ്ഞു കിട്ടും, അവർക്ക് തന്നെ സ്വയം ഒരു സമാധാനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. റെഡ്യൂസേഴ്സ് ആങ്സൈറ്റി, ബോധപൂർവം ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതിന് സെയിം എക്സാമ്പിൾ തന്നെ എഴുതിയാൽ മതി. ട്രീറ്റിംഗ് സംവൺ, എക്സാമ്പിളായിട്ട് എഴുതുക. ട്രീറ്റിംഗ് സംവൺ you strongly dislike, സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, in an excessive friendly manner. നമുക്കെന്നെ തോന്നുന്നു കുഴപ്പമുണ്ടല്ലോ എന്ന തരത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം. ഫ്രണ്ട്ലി മാനർ. ഇതാണ് ഒരു 10 ഡിഫൻസ് മെക്കാനിസം. 10 അല്ല കേട്ടോ, ഇനി ഇതിൽ ഇഷ്ടം പോലെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. ഇപ്പം നമ്മളെന്താ പറയുക, അഗ്രഷൻ ആക്ച്വലി ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുക, അതായത് തല്ലണം തന്നെയില്ല, നമ്മളെ ഒരാൾ ചീത്ത പറയുക അല്ലെങ്കിൽ നമ്മളെ പറ്റി എന്തെങ്കിലും ഒരു അപവാദമോ നമ്മളെ പറ്റി എന്തെങ്കിലും മോശം ഒരാൾ പറയുകയാണെങ്കിൽ തിരിച്ച് നല്ല കണ്ണുകൂടുന്ന ചീത്ത പറയുക, അത് കൺട്രോൾ ഇല്ലാണ്ട് പറയുന്നതാണ് അഗ്രഷൻ. ആക്ച്വലി ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണാറുണ്ട്, നമ്മൾ നല്ലോണം പ്ലാനൊക്കെ ചെയ്ത് ഒരു ട്രിപ്പ് പോകുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും അതിന് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ എന്ന് പറഞ്ഞു വരുന്ന ഒരു നെഗറ്റീവ് പോലെ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും ദുരന്തം പറയുന്ന ഒരാളുണ്ടായിരിക്കില്ലേ. അത് ആക്ച്വലി ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അവർക്ക് അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ
സീക്കിങ്ങിന് വേണ്ടി അവർ കണ്ടെത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, നമ്മൾ ഇടം തടിച്ച് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ വിഷമിച്ചിരിക്കാണ്ട് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയും. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് വേറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ചിലർ തന്നെ നമുക്ക് എപ്പോഴും പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഡയറ്റിംഗ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു വർക്കിലേക്ക് കടക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് തുടക്കത്തിൽ ഫീൽ ചെയ്യും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ പോസിറ്റീവ് ആണടാ എന്ന് നമുക്ക് തോന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ ദാസനെയും വിജയനെയും പോലെ പശുവിനെ വാങ്ങിയപ്പോൾ ഇത് നമുക്ക് ഇത്ര ലിറ്റർ പാല് തരും, അങ്ങനെ നമ്മൾ അത് വിറ്റിട്ട് ഇത്ര പൈസ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ വേറെ പശുവിനെ വാങ്ങും, ഇനി നമ്മുടെ നല്ല കാലമാണടാ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഓരോ പുതിയ കാര്യത്തിലേക്ക് ചുവട് വെക്കുമ്പോഴും ആ ഒരു പോസിറ്റീവ് സാധനം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഡിഫൻസ് മെക്കാനിസം. അങ്ങനെ ഇഷ്ടംപോലെ ഡിഫൻസ് മെക്കാനിസങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ രസകരമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് ഡിഫൻസ് മെക്കാനിസത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഇത് എല്ലാവരും ഒരുപോലെ എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ചിലർ നല്ലോണം ഉപയോഗിക്കും, ചിലർ വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അധികമായാലും അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അതും ദോഷമാണ് കേട്ടോ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്തതാണ് എങ്കിൽ കൂടെ അധികമായാൽ പ്രശ്നമാണ്. പിന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമായിരിക്കും നമ്മൾ അറ്റ് എ ടൈം ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. ചിലത് വളരെ സട്ടിലായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക, ചിലത് 2-3 കൂട്ടി ചേർത്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, ചിലത് ഒറ്റയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിൽ എന്താണ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ലൈഫിലായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂലായാലും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഐ വിഷ് യു എ വെരി ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.